നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ ഇന്നത്തെ കഥ കുറച്ച് ലേറ്റ് ആയിട്ട് വന്ന് എന്തായാലും മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒടുവില് വിക്രത്തെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് വേദ. പിന്നീട് ശ്രീകാന്തിന് നേരെ തിരിഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അല്ല എന്ത് പരിപാടി നിങ്ങളെ കാണിച്ചെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ അന്താളിപ്പോട് കൂടി വേദയെ നോക്കുകയാണ്. നിങ്ങളോട് ആര് പറഞ്ഞു വിക്രത്തെ തല്ലാനായിട്ട്? അതിനുള്ള അവകാശവും അധികാരം ആരാ ശ്രീകാന്തേട്ടന് തന്നെന്ന് ചോദിക്കുക. ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല. അതെ, ഈ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ദൈവത്തെ ഓർത്ത് ഒന്ന് പോയി തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വർഷ വന്ന് ശ്രീകാന്തിന്റെ കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ സമാധാനമല്ലോ, പെങ്ങളെ സംരക്ഷിക്കാൻ പോയതിന്റെ കൂലി കിട്ടിയില്ലേ, ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് കയറിപ്പോയി. ആ സമയത്ത് വിക്രം വേദയോട് സംസാരിക്കേണ്ടി വരുവാണ്. വേദ, ഞാൻ വേണ്ട, കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് വേദ അങ്ങ് തടഞ്ഞു. എനിക്കറിയാം എന്തിനാ വന്നേന്ന്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒന്ന് പോയി തന്ന ഉപകാരമായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, വേദ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞല്ലോ, ഇനി നിങ്ങൾ എന്നെ ഇവിടെ കാണാൻ വരുമോ സംസാരിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട് വിട്ടുപോകും, പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് വേദ അകത്തേക്ക് പോയി കഥ അടിച്ചു. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരു നിമിഷം വിക്രം അമ്പരപ്പോടെ അവിടെ നിന്നു. അതിനുശേഷം ബൈക്ക് എടുത്തുകൊണ്ട് വിക്രം അങ്ങോട്ട് പോവുകയാണ്. ആ സമയം വേദ അകത്തേക്ക് കയറിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറി ഓടി. ദീപ്തി ഇത് കണ്ടു. ദീപ്തിക്ക് മനസ്സിലായി. കാരണം വിക്രത്തിനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോൾ വേദയുടെ മാനസികാവസ്ഥ എന്താന്ന് ദീപ്തിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പിന്നീട് വേദയുടെ പിന്നാലെ ദീപ്തി മുറിയിലേക്ക് കയറി ചെന്നു. എന്നിട്ട് ചോദിച്ചു, എന്താ വേദേച്ചി കാണിച്ച? വിക്രമേട്ട സംസാരിക്കാൻ വന്നു കഴിഞ്ഞപ്പം സംസാരിക്കാൻ പോലും കൂട്ടാക്കാതെ ഇങ്ങോട്ടേക്ക് കയറിപ്പോന്നു. ആ പാവത്തിന് എന്തിനാ ഓടിച്ചു വിട്ടെ? അതിനോട് ഒന്നും സംസാരിക്കായിരുന്നല്ലോ. അതിനോട് ഒരു വാക്ക് പോലും പറയാതെ വേദേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ. അതിന് മാത്രം എന്ത് തെറ്റാ വിക്രമേട്ടൻ ചെയ്തേ? ഇതേ ദീപ്തി, നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ടാന്ന് പറയണ. വേണ്ട, ചോദ്യം ചെയ്യാൻ വരുന്നില്ല. എന്നിട്ട് കണ്ണീര് ഒഴിപ്പിച്ച് എന്തിനാ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്നേ? അതെന്റെ ഇഷ്ടം. അതെ, ചേച്ചിയുടെ മനസ്സിൽ വേറെ എന്തോ ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആരുടെ ഒരു ഇടപെടലുണ്ട്, അതാണ് കാര്യം. വിക്രമേണ്ണ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ചേച്ചി പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ വിക്രമേണ്ണ അകറ്റി നിർത്തുന്നേ? അതിന്റെ കാര്യം എന്താ? അതൊന്നും അല്ല കാര്യം. ഇവിടെ വേറെന്തോ ഒരു കാര്യമുണ്ട്. എന്നോടെങ്കിലും സത്യം തുറന്നു പറ. ദേ, എനിക്ക് പോണം, കോടതിയിലേക്ക് പോകാൻ സമയം എന്ന് പറയണം. എന്നിൽ നിന്ന് ഒളിച്ചോടൻ ചേച്ചി നോക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, നീ ഒന്ന് പോയി തരുന്നുണ്ടോ? എനിക്ക് സ്വസ്ഥതയെ സമാധാനം വേണം. എനിക്ക് റെഡിയാവണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആയിക്കോ, ചേച്ചി ഇപ്പം എന്നെ ഓടിച്ചു വിടാൻ നോക്കിയോ, പക്ഷെ അതെന്താന്ന് ഞാൻ കണ്ടെത്തത് തന്നെ ചെയ്യും. ഞാനിതങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. അതും പറഞ്ഞിട്ട് ദീപ്തി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. വേദയ്ക്ക് ഭയങ്കര സങ്കടമായി. വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ഒരിക്കലും വിക്രത്തിനെ അങ്ങനെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷെ വേദയുടെ സിറ്റുവേഷൻ അതായിപ്പോയി. വേദയ്ക്ക് അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് വേദ അങ്ങനെ വിക്രത്തോട് പറഞ്ഞു വിട്ടത്. പിന്നീട് ദീപ്തിയും വരുണും കൂടെ കണ്ടുമുട്ടി. അവര് വേദയുടെ വിക്രത്തിന് പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ആ സമയത്ത് ദീപ്തിയോട് വരുൺ ചോദിച്ചു, അല്ല ഇപ്പൊ വേദേച്ചി എങ്ങനെയുണ്ട്? എന്ത് ചെയ്യാനാന്ന് പറ. രാവിലെ കോടതിയിലേക്ക് പോകുന്നു പറഞ്ഞു പോവും, വന്ന് മുറി കയറിയിരിക്കും. ചിലപ്പോൾ ആഹാരം കഴിച്ചാൽ കഴിച്ചു, കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല. അല്ല, മറ്റുള്ളവരോടൊക്കെ എങ്ങനെയാ? മറ്റുള്ളവരോടെന്ന് ചോദിച്ചാൽ അച്ഛനിടയ്ക്ക് സംസാരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്, പക്ഷെ വേദേച്ചി അങ്ങനെ പിടികൊടുക്കാറില്ല. പിന്നെ ബാക്കിയുള്ളവരോട് ശ്രീകാന്തന്റെ മുഖത്ത് പോലും നോക്കാറില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി നടക്കുക പതിവ്. കാരണം എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന കാണാം. അല്ല, എനിക്ക് നല്ല സംശയമുണ്ട് വരണേന്ന് പറയണേ. അതെന്താ? ഇത് വേദേച്ചി സ്വയം എടുത്ത തീരുമാനമല്ല, ആരുടെ പ്രേരണയാൽ ചെയ്താന്ന് എനിക്ക് തോന്നേ. അത് കേട്ടപ്പോൾ വരൺ ചോദിച്ചു, അതെന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അല്ല, വേദേച്ചി ചില സമയത്തിരുന്ന് കരയുന്ന കാണാം. അതിനർത്ഥം എന്താ? വിക്രമേണ്ണെ കുറിച്ച് ഓർത്തിട്ടാന്നല്ലേ? അപ്പൊ വിക്രമേണ്ട കയ്യിലെ തെറ്റല്ല. വിക്രമേണ്ട കയ്യിലെ തെറ്റാണെങ്കിൽ വേദേച്ചി ഒരിക്കലും അങ്ങനെ കരയത്തില്ലല്ലോ. അതുമാത്രമല്ല, ആ ശ്രീനിവാസനുമായിട്ടുള്ള പ്രശ്നം കാരണമാണ് വേദേച്ചി വീട്ടിൽ വന്ന് നിന്നേന്നാ വേദേച്ചി എല്ലാവരോടും പറഞ്ഞേ. പക്ഷെ അതൊന്നുമല്ല, വിക്രമേണ്ടൻ വന്ന് വേദേച്ചിയോട് സംസാരിക്കാൻ ശ്രമിച്ചായിരുന്നു. ശ്രീനിവാസനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓർത്ത് നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനിയിപ്പം ഈ ഇലക്ഷനോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രീനി സാറിനോടൊപ്പം നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതൊന്നും വേദേച്ചി കേൾക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം അതിനർത്ഥം എന്താ? അതൊന്നും അല്ല വേദേച്ചിയുടെ പ്രശ്നം എന്നല്ലേ? വരുൺ പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പം ഇത് മറ്റാരുടെയോ പ്രേരണയാണ്. അതുകൊണ്ടായിരിക്കും ചേച്ചി മിക്കവാറും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ. അതായിരിക്കും ചേച്ചിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്തേ. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, നമുക്കത് ആരാന്ന് കണ്ടുപിടിക്കണ്ടേ വരണേന്ന് ചോദിച്ചു. കണ്ടുപിടിക്കണം, പക്ഷേ എങ്കിൽ ഇപ്പം എനിക്കതിന് പറ്റില്ല. കാരണം അച്ഛൻ്റെ ഇലക്ഷൻ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമുക്കിതുമായിട്ട് മുന്നോട്ട് നീങ്ങാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപ്തി പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്താൽ മതി, എന്നെ വരുൺ സഹായിച്ചാൽ മതി.
എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. അത് വേണ്ട പോലെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഇതൊന്നും നമുക്ക് പൊളിച്ചെടുക്കണം. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും അവരെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. വരുൺ പറഞ്ഞു, എൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും നിനക്ക്. ദീപ്തി പറഞ്ഞു, അങ്ങനെ ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. കാരണം നമുക്ക് രണ്ടുപേർക്കൂടും ഒന്നിക്കണമെങ്കിലും ഇവരെ രണ്ടുപേരും ഒന്നിപ്പിച്ചിട്ടേ കാര്യമുള്ളൂ. അവരെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നോണ്ടിരുന്ന ആൾക്കാരെന്ന് പറയാണ്. അങ്ങനെ അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇതേ സമയത്ത് റോഡിൽ ബസ് നോക്കി നിൽക്കുകയാണ് വേദ. അപ്പോഴേക്കാണ് രാധയുടെ ഓട്ടോറിക്ഷ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ രാധ അവിടെ കൊണ്ട് നിർത്തി. ആഹാ, ഇതാര് വേദയോ? അപ്പോഴേക്കും വേദ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അല്ല, എങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണല്ലോ, വാ കയറാൻ പറയണം. ഞാൻ ബസ്സിന് പോയിക്കോളാന്ന് പറഞ്ഞാണ്. അത് വേണ്ട, വാ കയറ്, ബസ് കൂലി തന്നാ മതി എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു, വേണ്ടാന്ന് പറയണം. എന്താ വേദ, എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടില്ലേ? ഇതുപോലെ ഒരു ദിവസമാണ് വേദ ആദ്യമായിട്ട് എൻ്റെ ഓട്ടോറിക്ഷ കയറിയത്, ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണം. അന്ന് വേദ ഓട്ടോറിക്ഷ കയറിയ സമയത്ത് ഞാൻ ഓർത്തു വിക്രമേനുള്ള പണിയായിട്ട് ഇറങ്ങിയതായിരിക്കുന്നു. പിന്നെയാ മനസ്സിലായത് എനിക്കിട്ടുള്ള പണിയായിരുന്നെന്ന്. അത് കേട്ടപ്പോൾ വേദയുടെ മുഖമൊക്കെ ഒന്ന് മാറി. അപ്പോഴേക്കും രാധ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ, അത് സീരിയസ് ആയിട്ടൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ വേദ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, എന്നെ ഇങ്ങനെ തന്നെ നോക്കുന്ന എന്താന്നൊക്കെ ഇങ്ങനെ രാധ ചോദിക്കണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, ഒന്നുമില്ല, എങ്കിൽ പിന്നെ കയറ്, വെറുതെ ഇവിടെ വെയിലും കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. എനിക്ക് വേദയോട് അല്പം സംസാരിക്കാനുണ്ട്. ഇവിടെ ഒന്ന് സംസാരിച്ച് ശരിയാകത്തില്ല, ഈ സ്ഥലം അത്ര ശരിയല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് കയറാൻ പറയണം. അങ്ങനെ വേദയും കൂട്ടിക്കൊണ്ട് രാധ അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ രാധയ്ക്ക് കുറെ കാര്യങ്ങൾ വേദയോട് സംസാരിക്കാനുണ്ടായിരുന്നു. രാധ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. വിക്രവും വേദയും തമ്മിൽ ഇപ്പം വെവ്വേറെയാണ്. വേദയുടെ വീട്ടിലാന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദിനി ഏഷണി ഏറ്റി കൊടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഏഷണി ഏറ്റതുമില്ല. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാന്ന് തോന്നേ രാധ വേദയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. പിന്നീട് പോകുന്ന വഴിക്ക് വേദയോട് രാധ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ എന്താണേലും കൊട്ടേഷൻ തരാനൊന്നും പോകുന്നൊന്നുമില്ല. ആ ശ്രീനിവാസനെതിരെ വാദിക്കാൻ പോകുന്ന ആളല്ലേ, അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടി വേണ്ട, ഞാനൊരു പാവ ഓട്ടാക്കാരിയാന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാധയുടെ മുഖത്തൊരു ചിരി വന്നു. കണ്ണാടിക്കോട് നോക്കിയിട്ട് അത് കണ്ടു കഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു, അതെ ഇപ്പോഴെനിക്കൊരു സമാധാനമായത്, ഒരു പുഞ്ചിരി വന്നല്ലോ വേദയുടെ മുഖത്ത് എന്നൊക്കെ രാധ വേദയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ആളൊഴിഞ്ഞ് റോഡിലേക്ക് ചെല്ലുകയാണ്. അവിടെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് വേദയോട് ഇറങ്ങാൻ പറഞ്ഞു. പെട്ടെന്ന് വേദ ചോദിച്ചു, ഇതെന്താ രാധ ഇവിടെ? അതെ, ഇവിടെയാണെങ്കിൽ പിന്നെ സേഫാ, അധികം ആൾക്കാരൊന്നും ഇതിലൂടെ വരുന്നില്ല, നമ്മൾ ആരും ശല്യം ചെയ്യാനും വരത്തില്ല എന്ന് പറയണം. അങ്ങനെ വേദ ഓട്ടോറിക്ഷ ഇറങ്ങി. അപ്പം രാധ പതുക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് രാധ പറഞ്ഞു, അല്ല വേദയുടെ വീട്ടിലേക്ക് പോയെന്ന് ഞാൻ അറിഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, എനിക്ക് തോന്നി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിരിക്കുന്നു ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധ പറഞ്ഞു, അല്ല പിന്നെ എനിക്ക് എന്ത് പറയാനായിട്ടാ? അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന് പറയണം. അപ്പോഴേക്കും രാധ പറഞ്ഞു, അതെ കുറേ കാലം മുമ്പ് അന്ന് എൻ്റെ ഓട്ടോറിക്ഷയിൽ വേദ കയറി കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വിക്രമേട്ടനുള്ള പണിയാന്ന് കരുതിയിരുന്നു. പക്ഷേങ്കിൽ പിന്നെ എനിക്ക് തോന്നി വിക്രമേട്ടനോട് പ്രതികാരം ചെയ്യാനായിട്ടാ വേദ വിക്രമേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നേന്ന്. പക്ഷേങ്കിൽ ആ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾ തമ്മിലടുത്തു, നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു, അതൊക്കെ മാറുമെന്ന് കണ്ടവളാണ് ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഞാൻ വിക്രമേട്ടനെ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വേദയുടെ അസൂയായിരുന്നു. വേദ വിക്രമേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് അസൂയ കാരണം ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. കാരണം നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് എനിക്ക് എൻ്റെ തെറ്റൊക്കെ മനസ്സിലായെന്ന് പറയണം. അതിനുശേഷം ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ രണ്ടുപേരെ ഒരു ദിവസം ഈ ഓട്ടോറിക്ഷയിലിരുത്തി റൈഡ് കൊണ്ടുപോകണം, കുറേ സംസാരിക്കണം, അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ ചോദിച്ചു, അല്ല ഈ കാര്യങ്ങളൊക്കെ ആരാ രാധയോട് പറഞ്ഞേ, വിക്രമാണോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പം രാധ പറഞ്ഞു, വിക്രമേണ്ണോ അത് പറയൂന്ന് തോന്നുന്നുണ്ടോ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, വിക്രത്തെക്കുറിച്ച് എനിക്കറിയാലോ. അല്ല വേദയ്ക്ക് ഇനി വല്ല ടെൻഷനുണ്ടോ? വേദ പോയി കഴിഞ്ഞപ്പം വിക്രമേണ്ണ എൻ്റെ അടിയിലേക്ക് വരുമെന്ന്, എന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്ന് അങ്ങനെ വല്ല തോന്നലും പേടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വേദ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം വിക്രമേണ്ണ നേരെ നിൽക്കണമെങ്കിൽ ഒരു ചാരിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ വിക്രമേണ്ണ അത് എന്നേ ആവായിരുന്നു. ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് രാധ പറഞ്ഞു, ഇപ്പോഴും വേദയുടെ വാക്കുകളൊക്കെ നല്ല ബോൾഡാണ്, പക്ഷെ കണ്ണുകളിൽ ഒരു പതർച്ചയുണ്ട്. അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വിക്രമേട്ടനെ പിരിഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു വിഷമം എനിക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം വേദയൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രാധ പറഞ്ഞു, നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താ? ഒരു ശ്രീനിവാസനോ അല്ല നിസ്സാര കാര്യമാണെങ്കിൽ
വെറുതെ നിങ്ങൾ പിരിഞ്ഞിങ്ങനെ ഇരിക്കരുത്. എനിക്കറിയാം. കാരണം ഞാൻ വിക്രമേണ്ണനെ സ്നേഹിച്ച സമയത്ത് വിക്രമേണ്ണന്റെ കണ്ണുകളിൽ എന്നോടൊരു കണക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് നമുക്ക് ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അറിയാം. പക്ഷേ വിക്രമേണ്ണനും വേദയെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകളിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ആ ഒരു കണക്ഷന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പ്രതികാരം ചെയ്യാനാണ് വേദ വിക്രമേന്റെ അടിയിലേക്ക് വന്നെങ്കിലും പതുക്കെ പതുക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നായി. നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. വേദ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കണം. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ വിക്രമേട്ടനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് 100 നാവായിരുന്നു. അറിയാലോ, വിക്രമേട്ടനെ കുറിച്ച് ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും വിക്രമേട്ടൻ എൻ്റെ മനസ്സിലില്ല എന്നൊക്കെ പറഞ്ഞാലും മാറുമെന്ന് ഞാൻ സങ്കടപ്പെട്ട് കരയുമായിരുന്നു. എൻ്റെ മനസ്സിൽ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് വേദയുടെ ഈ അവസ്ഥ മനസ്സിലാവുന്നുണ്ട്. വേദ വിക്രമേട്ടനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും വേദയുടെ മനസ്സെന്നറിയും വിക്രമേട്ടനാണെന്നറിയാം എനിക്ക്. പിന്നെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞത് നന്ദിനിയടുത്തിയാ. കാരണം വേദ പോയി കഴിഞ്ഞപ്പോൾ നന്ദിനിയടുത്ത് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്നറിയാവോ? വേദ പോയ ആ ഗ്യാപ്പിലേക്ക് എന്നെ കൈ പിടിച്ച് കയറ്റാനായിട്ട്, വിക്രമേണ്ട ഭാര്യയായിട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. ഇത് കേട്ടപ്പം വേദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. നന്ദിനി അടുത്തേക്ക് അല്ലെങ്കിലും പണ്ടുതൊട്ട് തന്നെ കാണത്തില്ല എന്നുള്ള കാര്യം അറിയാലോ. പിന്നീട് രാധ പറഞ്ഞു, വേദയ്ക്ക് അറിയാലോ വിക്രമേണ്ട ഒത്തിരി അധികം വേദയെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യനെ ചതിക്കരുത്. കാരണം സ്നേഹിക്കാതിരുന്ന പക്ഷേ നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായി. ഇനി ചതിച്ചിട്ട് പോവരുത്. ആ മനുഷ്യന്റെ കണ്ണീര് ഒരു പക്ഷേങ്കിൽ വേദയ്ക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷെ വിക്രമേണ്ണന് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. വിക്രമേണ്ണൻ ആകെപ്പാടെ തകർന്നു പോകും. ആ തകർച്ച കാണാനായിട്ട് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇതെന്റെ ഒരു അപേക്ഷയായിട്ട് കണക്കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് വേദ ഒന്നും മിണ്ടാൻ നിൽക്കുന്ന കണ്ടപ്പോൾ രാധ ചോദിച്ചു, എന്താ വേദ എന്താ ഒന്നും മിണ്ടാത്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ ചോദിച്ചു, അല്ല ഇവിടുന്ന് ഓഫീസിലേക്ക് എത്ര ദൂരമുണ്ട്? ഈ സ്ഥലവേദാന്ന് എനിക്കറിയില്ല. കാരണം കോടതിയിലേക്ക് എത്താൻ 11 മണിക്ക് തന്നെ എനിക്ക് എത്തണം. കൃത്യസമയത്ത് എന്നെ ചെല്ലണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രാധ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട. കോടതിയുടെ പുറയിലായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു 5 മിനിറ്റ് മതി ഇവിടുന്ന് കോടതിയിലേക്ക് എത്താനെന്ന് പറഞ്ഞു. അങ്ങനെ വേദ കയറാൻ തുടങ്ങിയപ്പോൾ രാധ പറഞ്ഞു, 1 മിനിറ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു പക്ഷേങ്കിൽ വിക്രമേണ്ണനോട് ചതിയാ വേദ ചെയ്യുന്നെങ്കിൽ ഇത്രയും കാലം വിക്രമേണ്ണനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച് കൂടെ നടക്കുമായിരുന്നെങ്കിൽ എന്നിട്ട് ഉപേക്ഷിച്ച് കളയാന് വേദയുടെ ഭാവമെങ്കിൽ ഒരിക്കലും വേദയ്ക്ക് മാപ്പ് കിട്ടത്തില്ല. കാരണം വേദ ഇതിനെ അനുഭവിച്ചിട്ടേ വേദ പോകത്തുള്ളൂ. അത് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കുമെന്ന് പറയണം. കാരണം വിക്രമേണ്ണൻ അത്ര പാവാന്ന് പറയാ. കയറിക്കോളാൻ പറഞ്ഞു. അതും പറഞ്ഞ് രാധ പോയി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. രാധ കാണാതെ പെട്ടെന്ന് വേദയെ തുടച്ചു. അതിനുശേഷം ഓട്ടോറിക്ഷയിലേക്ക് പോയി കയറി. വേദയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷെ രാധയുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇതേ സമയത്ത് വിക്രം ശ്രീനിവാസന്റെ അരിയിലായിരുന്നു. അമ്മ ശ്രീനിവാസന് മദ്യപിക്കാൻ ഒരുങ്ങുകയാണ്. ആ സമയം സുധ വന്നിട്ട് പറഞ്ഞു, അതേ പകൽ സമയം ആരെങ്കിലും കയറി വന്നിട്ടുണ്ട് പിന്നെ അത് മതി. അതെ അതൊന്നും ഞാൻ നോക്കുന്നില്ല സുധയെന്ന് പറഞ്ഞു. പിന്നീട് വിക്രത്തോട് ചോദിച്ചു, നിനക്ക് വേണോടാ? ഇനിയിപ്പോൾ അതിന്റെ കുഴപ്പം കൂടെ ഉള്ളു. അവനെയും കൂടെ ഇത് പഠിപ്പിച്ചാൽ മതി. ഞാൻ ചോദിച്ചെന്നുള്ളൂ. അവന്റെ ഈ ശീലം ഇല്ലാതാക്കിയത് ഞാനല്ലേ. പിന്നീട് വിക്രത്തോട് പറഞ്ഞു, നീ അവിടേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? വേറെ പോയി കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിനക്ക്. ഇപ്പം നീ പോവേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. പുളിക്കൻ പറഞ്ഞു, അതുകൊണ്ട് എന്താ നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടി വന്നില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുധരെ രൂക്ഷമായിട്ട് പുളിക്കനെന്ന് നോക്കണം. അപ്പോഴേക്കും പുളിക്കൻ പറഞ്ഞു, അല്ല സുധേച്ചി, അത് പിന്നെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വിക്രത്തിന് ധൈര്യമായിട്ട് പറയാമല്ലോ, ഞാൻ നിന്നെ കാണാനായിട്ട് അവിടെ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ നീ വന്നില്ലല്ലോ എന്നൊക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുക. ആ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞു, നിനക്കറിയാലോ ഇപ്പം എനിക്കെതിരെ അയാൾ കൊടുത്ത ആ ശ്രീധരൻ കൊടുത്ത കേസിൽ നിന്റെ മൊഴിയാണ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ആ മൊഴിയും കൂടെ ഇല്ലെങ്കിൽ ആ കേസ് തള്ളിപ്പോകത്തുള്ളൂ. പക്ഷെ നിന്റെ മൊഴിയെന്നും പറഞ്ഞ് പോലീസുകാരെന്ന് എഴുതി ചേർത്ത് പിടിപ്പിച്ച നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും ഈ കേസ് അവർ ജയിക്കാനായിട്ടൊന്നും പോകുന്നില്ല. രാമകൃഷ്ണ വക്കീൽ എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേദയുടെ കാര്യം, എടാ നിന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൾ തിരികെ വരും. പിന്നെ എനിക്ക് തോന്നുന്നത് നിന്നോട് സ്നേഹം ഇല്ലാന്നാ. ഉണ്ടെങ്കിൽ പിന്നെ അവൾ ഇങ്ങനെ പോവുക, ഒരിക്കലും പോകത്തില്ല എന്ന് പറഞ്ഞു. അതൊന്നും കേട്ടിട്ട് വിക്രമൊന്നും മിണ്ടിയില്ല. നീ വിട്ടുകളയടാ, നീ എന്തിനാ വെറുതെ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നേ? നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇന്ന് മുതൽ നീ ഇലക്ഷനിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. അറിയാലോ, ഇലക്ഷൻ പ്രചരണം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. നീ എൻ്റെ കൂടെ എല്ലാത്തിലും ഉണ്ടായിരിക്കണം.
സുധേ ഊണ് കാലമായെന്ന് ചോദിച്ചു. ഇപ്പൊ തന്നെ എടുക്കാന്ന് പറയണ. ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട സുദേശി എന്ന് പറയാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ കഴിച്ചിട്ട് പോയാൽ മതി. ഇങ്ങനെ പട്ടിണി കിടന്ന് നിന്റെ ജീവൻ നീ നശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ ഉപദേശിക്കുകയാണ് വിക്രത്തിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.